താമരശ്ശേരിയിൽ ഷഹബാസിനെ തല്ലിക്കൊന്നവരിൽ കൂടുതൽ പേരുടെ പങ്കന്വേഷിച്ച് പോലീസ്. സ്ഥലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികളെയും കച്ചവടക്കാരുടെയും മൊഴിയെടുക്കും. മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചതായി ഷഹബാസിന്റെ പിതാവ്. പല ആയുധങ്ങളും അവരെ പേരൻസ് ഉപയോഗിക്കുന്ന ഇവർക്ക് കൈ കൊടുത്തു വിട്ടിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. ലഹരി വ്യാപനം തടയാൻ കൊച്ചിയിൽ പരിശോധന വ്യാപകം. ഡി ഹണ്ടിൽ ഇതുവരെ സംസ്ഥാനത്ത് അറസ്റ്റിലായത് 2854 പേർ. വെഞ്ഞാറമ്മൂട് കൂട്ടക്കുരുതിയിൽ തുടർ അന്വേഷണം നിർണായകം. ഇതുവരെയുള്ള മൊഴികൾ തള്ളി അഫാന്റെ പിതാവ് റഹീം. സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും മകനെ അറിയിച്ചിരുന്നില്ല. അഫാൻ ഫർസാന ബന്ധം അറിയാമായിരുന്നുവെന്നും റഹീം. ആശമാരുടെ സമരപ്പന്തലിന്റെ ടാർപോളിൻ എടുത്തുമാറ്റി പോലീസ്. നടപടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പന്തൽ കെട്ടാൻ പാടില്ലെന്ന് പറഞ്ഞ് പുലർച്ചെ പെയ്ത മഴ മുഴുവൻ നനഞ്ഞ് ആശമാർ.